ഹായ് ഡിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അന്നാസ് കഫേയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ബ്രെഡ് എഗ് റോളാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡും മുട്ടയുമാണ്. ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ബ്രെഡാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇത് 3 മുട്ട പുഴുങ്ങിയ മുട്ടയാണ്. ഈ മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പൊടിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കത്തിയോ പോർക്കോ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവാള, ഞാൻ മീഡിയം സൈസ് 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇതിന് കളറൊക്കെ നല്ല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ഇതിൽ നമ്മൾ നേരത്തെ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിന്നെ വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതുപോലെ ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇത് റോൾ ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടണമെന്നില്ല. എന്നാലും നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം.
ഇത് നല്ലപോലെ ഒന്ന് ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡും പിന്നെ അതിനോടൊപ്പം ഒരു ബ്രെഡും നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്ത ഒരു മിക്സാണ് ഇത്. അപ്പം ഇതിനകത്തേക്ക് ഈ റോൾ ചെയ്തതിനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്ക് ഒരു ഷേപ്പ് വരും അതിന്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബ്രെഡ് നമുക്ക് ഫില്ല് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക എണ്ണ. അതിനുശേഷം ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും ഇത് ഉണ്ടാക്കാനായിട്ട് വയ്ക്കാൻ. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയൊന്നും വലിച്ചെടുക്കത്തില്ല. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇത്രയും എണ്ണയൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എണ്ണ ഒഴിച്ചത്. ഇതിന് കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ നിറമൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. ഇത് വേകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തിരിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് റോൾസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള എഗ് ബ്രെഡ് റോൾസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്, അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ സ്റ്റേ സേഫ്. ബൈ.